ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാങ്ങാപ്പഴം കൊണ്ട് മോദകം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. മാങ്ങാപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിയാനായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് മോദകം കൂടി ഉണ്ടാക്കാം. ഇതിനു വേണ്ടി നല്ല പഴുത്ത മധുരമുള്ള മാങ്ങാപ്പഴത്തിൻ്റെ പൾപ്പ് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 കപ്പ് ശർക്കര. പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് അല്പം ഒഴിച്ച് കൊടുത്ത് തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ റോസ്റ്റ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ശർക്കര ചേർക്കാം. ശർക്കര മാങ്ങാപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മാങ്ങാപ്പഴത്തിൻ്റെ പൾപ്പ് പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി നമുക്ക് ഫില്ലിങ്ങിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി കിട്ടും. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. മാവിന് വേണ്ടി 1 കപ്പ് മാവാണെങ്കിൽ 1 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങാപ്പഴത്തിൻ്റെ പൾപ്പ് ഇതിലൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം വറുത്ത അരിപ്പൊടിയാണ് എടുത്തത്. നമ്മളെ നൂൽപുട്ടിന് അപ്പത്തിനൊക്കെ ഇടുന്ന അരിപ്പൊടി അത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്ത് കട്ടാതെ ഇളക്കി എടുക്കണം. ഇങ്ങനത്തെയുള്ള പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ടിപ്സ് എനിക്ക് എപ്പോഴും ഓർമ്മ വരും. കാരണം നമ്മൾ ഏത് ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് അളവ് കൃത്യമായിട്ട് എടുത്താൽ അതിൻ്റേതായ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അത് പൊട്ടുകയുമില്ല, നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. ഈ മാവ് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്ത് സോഫ്റ്റാക്കി വെക്കുക. ഇത് ചെറിയ ഉരുളയാക്കി ഒരു ഫ്ലവർ ടൈപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഫ്ലവർ ടൈപ്പിൽ ഉണ്ടാക്കുക ഈ മോദകം ഞാൻ പൂനെയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു അമ്മയുണ്ട്. അവരിൽ നിന്നാണ് ഇത് പഠിച്ചത്. അവർ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ഓരോ പദാർത്ഥം ഉണ്ടാക്കും. അപ്പോൾ അതേപോലെ ഞാൻ വീട്ടിലും വന്ന് ചെയ്ത് നോക്കും. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് പരത്തി ഒരു വാട്ടി പോലെ ആക്കി അതിനുള്ളിലേക്ക് നമ്മൾ ഈ ഫില്ലിങ് വെച്ച് നമ്മുടെ വിരൽ ഉപയോഗിച്ച് അതിനൊന്ന് ഒരു പിഞ്ച് ചെയ്ത് ഒരു ഫ്ലവർ രൂപത്തിലാക്കി വെച്ചാൽ ഇത് പൊട്ടുകയില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിൻ്റെ കവർ നല്ല തിന്നായിട്ട് വേണം പരത്തണമെങ്കിൽ. ഇത് ഉള്ളിൽ വെച്ച് മടക്കി ഫ്ലവർ ടൈപ്പിലാക്കി വെക്കാം. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഇതേപോലത്തുള്ള മോദകമൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അവർക്കും നല്ല ഇഷ്ടത്തോടെ കഴിക്കും. ഇത് നല്ല പോഷകവുമാണ്. കാരണം നമ്മൾ മാങ്ങാപ്പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല മാങ്ങാപ്പഴത്തിന് ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകും. അതുപോലെ നമ്മളിതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ ചക്കപ്പഴത്തിൻ്റെ ജാം ഇത്തിരി ഇടാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതാ മോദകം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഈ മാങ്ങാപ്പഴം ചേർക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റും ആണ്, നല്ല ഫ്ലേവറും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം.